ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ലജ്ജ എന്ന് പറയുന്നതാണ്. അൽ ഹയാ എന്ന് അറബിയിൽ പറയും. ഈ ലജ്ജ ഇന്ന് പാടെ തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നോക്കൂ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ അവസ്ഥകളിലേക്കും നാം ചിന്തിച്ചാൽ പണ്ട് മുതൽ നമ്മുടെയൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അവർക്കൊരു വ്യവസ്ഥയും അതിർവരമ്പും ഉണ്ടായിരുന്നു. അതിർവിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെടും, വീക്ഷിക്കപ്പെടും എന്നൊരു ലജ്ജാബോധമുണ്ടായിരുന്നു. ഇന്നതെല്ലാം മാറിക്കഴിഞ്ഞു. യാതൊരു ലജ്ജയുമില്ലാതെ വിവസ്ത്രരായി നടന്നാലും അല്പവസ്ത്രരായി നടന്നാലും ആൺ പെൺ വ്യത്യാസമില്ലാതെ കുത്തഴിഞ്ഞ് നിരത്തുകളിലും കലാലയങ്ങളിലുമൊക്കെ എങ്ങനെ ഇടപഴകിയാലും അതൊന്നും ഒരു വിഷയമല്ലാത്ത ഒരു ചുറ്റുപാടിലാണ് ഇന്നുള്ളത്. മാത്രവുമല്ല, ഇന്ന് പലരും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ അല്പവസ്ത്രത്തിൻ്റെ ആ തോത് കണക്കാക്കിയിട്ട്, മാനദണ്ഡം കണക്കാക്കിയിട്ടാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക വനിതകൾ അവരുടെ മാറിടത്തിലെ ബ്രസ്റ്റുകളുടെ കഴപ്പും വലിപ്പവും അതിൻ്റെ അളവും പിന്നോട്ട് തള്ളി നിൽക്കുന്ന നിതംബങ്ങളുടെ വണ്ണവും വലിപ്പവും അവർ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ അല്പത്വവുമൊക്കെ അളന്നുകൊണ്ടാണ് ഇന്ന് പലരും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെടുന്ന ചില മംഗമാർ ആദ്യമൊക്കെ മുസ്ലിം സമൂഹമാണെങ്കിൽ അവരിലെ സാത്വികരായ ആളുകളെ കൊണ്ട്, മറ്റു മതക്കാരാണെങ്കിൽ അവരുടെ ആചാര്യന്മാരെ കൊണ്ടൊക്കെ ആയിരിക്കും നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുക. ഇന്ന് അല്പവസ്ത്രധാരികളും ഇതുപോലെ അവരുടെ ആകാര സൗഷ്ഠവങ്ങളൊക്കെ വെളിയിൽ കാണിച്ചുകൊണ്ട് എത്രത്തോളം അവരവരുടെ സൗന്ദര്യ പ്രകടനങ്ങൾ പുറത്തെടുക്കുന്നുവോ അത്രത്തോളമാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ സമൂഹം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ബിസിനസ് സ്ഥാപനങ്ങൾക്കും മറ്റുമൊക്കെ ഇനാഗുറേഷന് വിളിക്കുമ്പോൾ മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കുമൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് തങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങളും തുടക്കങ്ങളുമൊക്കെ കുറിക്കുന്ന കാഴ്ച നാം കാണുന്നു. ഇവിടെ നിന്നും യാതൊരുവിധ ലജ്ജയും യാതൊരുവിധ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നാണവുമില്ലാതെ വളരെ കുത്തടിഞ്ഞ അവസ്ഥകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പുരോഗമനത്തിൻ്റെ ഭാഗമായി അതിനെന്താണ് കുഴപ്പമെന്ന് പറയുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ അടുത്തൊരു ഷോ നടന്നു. സുപ്രസിദ്ധമാണോ കുപ്രസിദ്ധമാണോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ആ ഷോയിൽ ഒരു മത്സരാർത്ഥി പറയുകയുണ്ടായി, ആ മത്സരാർത്ഥികളിൽപ്പെട്ട 2 പെൺകുട്ടികൾ ഭാര്യ ഭർത്താക്കളെ പോലെ ജീവിക്കുന്ന ഒരേ ജനുസിൽപ്പെട്ട ഒരേ ലിംഗത്തിൽപ്പെട്ട കുട്ടികൾ തീർത്തും പ്രകൃതി വിരുദ്ധമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. സ്വവർഗ അനുരാഗവും സ്വവർഗഭോഗവും ഒക്കെ പ്രകൃതി തന്നെ അംഗീകരിക്കാത്ത വിഷയമാണ്. അതിലൊരു മത്സരാർത്ഥിയായ ഒരു പെൺകുട്ടി പറഞ്ഞു, അവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്. ഞാൻ പറയുന്നു, സംഗതി യഥാർത്ഥമാണ്. പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട്, സദാചാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ ലിംഗത്തിൽപ്പെട്ടവർ ഭാര്യ ഭർത്താക്കളെ പോലെ ജീവിക്കുക എന്നത് പ്രകൃതി തന്നെ അംഗീകരിക്കാത്തൊരു വിഷയമാണല്ലോ. അല്ലെങ്കിൽ ഇവിടെ ആണ് പെണ്ണ് എന്ന് പറഞ്ഞ് മനുഷ്യ വിഭാഗത്തിലൊരു വേർതിരിവിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ അവരെ പൊക്കി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതാവട്ടെ വലിയ സെലിബ്രിറ്റികളായിട്ട് ആളുകൾ കണക്കാക്കുന്ന ചില വലിയ മഹാന്മാരാണ് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. എന്താണ് കുഴപ്പം?
എന്താണ് പ്രശ്നം? എന്നാൽ അവരുടെ സ്വന്തം കുടുംബത്തിലേക്കും സ്വന്തം വ്യക്തിത്വത്തിലേക്കും ചിന്തിക്കുമ്പോൾ തങ്ങളുടെ മക്കൾ, തങ്ങളുടെ സഹോദരിമാർ, തങ്ങളുടെ വേണ്ടപ്പെട്ടവരാണ് ഈ രീതി സ്വീകരിച്ചിരുന്നെങ്കിലോ അതവർ അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കുകയില്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, ആരാൻ്റെ മക്കൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ മറ്റുള്ളവർക്ക് അത് കാണാൻ അഴകുകയെന്ന്. ഈ ഒരു അവസ്ഥയാണ് പല വിഷയത്തിലുമുള്ളത്. അതുപോലെ തന്നെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു വലിയൊരു ദുരന്തമാണ്. ആണും ആണും അതിലൊരുത്തൻ പെൺകോലം കെട്ടി മറ്റവൻ്റെ ഭാര്യയായി പെൺകോലം കെട്ടാൻ വേണ്ടി കൃത്രിമ ബ്രസ്റ്റുകൾ മാറിടത്തിൽ വെച്ച് പിടിപ്പിച്ചുകൊണ്ട്, വയറ് കൃത്രിമമായി വീർപ്പിച്ചുകൊണ്ട്, കൊഞ്ചിക്കൊഴഞ്ഞ് പരസ്യമായിട്ട് തങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അവരെ അപഹസിച്ചുകൊണ്ടും ആണും ആണും പെണ്ണും ആണുമായിട്ട് അവതരിക്കുക. ഒരാൾ ആണ്, ഒരാൾ പെണ്ണ്, പെണ്ണും പെണ്ണും, ഒരാൾ പെണ്ണ് മറ്റൊരാൾ ആണായിട്ട് ചമയുക. ഒരാൾ ഭാര്യ, ഒരാൾ ഭർത്താവ്, ഭർത്താവ് എന്നല്ല ഭർത്താവി എന്ന് പറയണം. ഇങ്ങനെ എന്തൊരു അവസ്ഥയാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടും ഒരുപാട് വലിയ വലിയ ആളുകളെന്ന് പറയപ്പെടുന്നവർ രംഗത്ത് വരുന്നതാണ് അതിനേക്കാളും വലിയ സങ്കടകരമായ അവസ്ഥ. ഇവരെയൊക്കെ പോറ്റി വളർത്തുന്ന, ഈ രൂപത്തിലേക്ക് എത്തിച്ച, പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കളും കുടുംബവും അവർക്കുണ്ട്. അവരുടെ ഓരോ ചെയ്തികളും അനക്കങ്ങളും സംസാരങ്ങളും ആ പാവപ്പെട്ട മാതാപിതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് കഠാര കുത്തിയിറക്കും പോലെയാണ്. അവരുടെ വിഷമവും പ്രയാസവും ഒക്കെ മറന്നുകൊണ്ട് ഇത്തരം തമ്മാടിത്തങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് മാന്യമായി നടന്നിരുന്ന കുട്ടികൾ ട്രൗസറിട്ട് നിക്കറിട്ട് പരസ്യമായി ജനമധ്യത്തിൽ നാണമില്ലാതെ വിലസുമ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എത്രമാത്രം ദുഃഖകരവും അപകടകരവുമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതെ, ലജ്ജ എന്ന് പറയുന്ന മനുഷ്യർക്കുണ്ടാവേണ്ടുന്ന ഒരു മഹത്തായ സ്വഭാവം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഫസ്ന ഇദാലം തസ്തഹി ഫസ്ന മാഷിത്ത എന്നുണ്ട്. ലജ്ജയില്ലെങ്കിൽ നിനക്ക് എങ്ങനെയും ജീവിക്കാം. ഇന്ന് ലജ്ജയ്ക്കൊരു സ്ഥാനവുമില്ല. വിവസ്ത്രരായിട്ട് നഗ്നരായിട്ടും നഗ്നകളായിട്ടും പൂർണ്ണ നഗ്നരായിട്ടും നഗ്നകളായിട്ടും നടക്കുന്നതിനൊരു വിഷയവുമില്ല. അന്ത്യനാൾ വരുമ്പോൾ, അന്ത്യനാൾ അടുക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉടലെടുക്കുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, യതഹാറജൂന ഫിത്തുറുഖി യതഹാറജൂന ഫിത്തരീഖി തഹാറുജൽ ഹമീർ. കഴുത ലൈംഗിക വേഴ്ച നടത്തുന്നത് പോലെ വഴിയോരങ്ങളിലും പരസ്യമായ സ്ഥലങ്ങളിലും ബീച്ചുകൾ പോലെയുള്ള തുറസായ സ്ഥലങ്ങളിലുമൊക്കെ ആരെയും പേടിക്കാതെ ഒരു നാണവും ലക്ഷ്യവുമില്ലാതെ പരസ്യമായി നാൽക്കാലികൾ മൃഗങ്ങൾ വീഴ്ച നടത്തും പോലെ വീഴ്ച നടത്തുന്നൊരു കാലം വരാനുണ്ട്. ഇത് നാം നമ്മുടെ കണ്ണുകൊണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വാർത്താ മീഡിയകൾ തുറന്നു നോക്കിയാൽ കണ്ണു തുറക്കാൻ പറ്റാത്ത ചീഞ്ഞു നാറുന്ന സെപ്റ്റിക് ടാങ്ക് പോലെയുള്ള ഒരവസ്ഥയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ നിന്ന് നമുക്കൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തഫ്ന ഹാദിഹിൽ ഉമ്മ ഹത്താ യഖൂമ റജുലു ഇലൽ മർഅ ഫയഫ്തരിഷുഹാ ഫിത്തരീഖ്. ഈ സമൂഹം നശിക്കുകയില്ല, അവസാനിക്കുകയില്ല. ഏത് കാലം വരുന്നത് വരെ? ഹത്താ യഖൂമ റജുലു ഇലൽ മർഅ ഫയഫ്തരിഷുഹാ ഫിത്തരീഖ്. ഒരു
സ്ത്രീയെ പരസ്യമായിട്ട് അവൻ സമീപിക്കുകയും ആളുകൾ നടക്കുന്ന പരസ്യമായ വഴിയോരത്ത് വച്ച് അവർ തമ്മിൽ വീഴ്ച നടത്തുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫയകൂനു ഖിയാറുഹും യൗമഇദിൻ, അന്നത്തെ ആ കാലഘട്ടത്തിലെ നല്ലവൻ എന്ന് പറയുന്നവൻ ആരാണെന്ന് അറിയുമോ? ഇത് കാണുമ്പോൾ അരുത് എന്ന് പറയുന്നില്ല, അതിന് സ്ഥാനമില്ലല്ലോ. വേണ്ടാത്ത കാര്യങ്ങൾ അരുത് എന്ന് പറഞ്ഞാൽ അവൻ ലോകം തിരിയാത്തവനും സംസ്കാരമില്ലാത്തവനും ഈ സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവനുമാണ് എന്നാണല്ലോ വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ അന്ന് അരുത്, അത് ചെയ്യരുത് എന്ന് പറയുകയില്ല. പിന്നെന്ത് പറയും? ലൗ വാറൈതഹ വറാഅ ഹാദൽ ഹൈതി, ഈ ഒരു മറയുടെ, ഈ ഒരു ചുമരിന്റെ അപ്പുറത്ത് വെച്ച് നിങ്ങൾ പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു, എനിക്കിങ്ങനെ വഴി നടന്നു പോകായിരുന്നു എന്ന് പറയുന്നവനായിരിക്കും അന്നത്തെ ഏറ്റവും വലിയ ഉത്തമനായ മനുഷ്യനെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാം. അന്ത്യനാളിൻ്റെ ചെറിയ ചെറിയ അടയാളങ്ങൾ, വലിയ വലിയ 10 അടയാളങ്ങൾ വരാനുണ്ട്. ചെറിയ ചെറിയ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചക തിരുമേനി പറഞ്ഞതാണ്, പ്രിയമുള്ളവരെ, ഈ കോമാളിത്തരങ്ങളൊക്കെ ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മൾ കണ്ടതാണല്ലോ. 2 ചെക്കന്മാർ, വടക്കൻ ഭാഷയിൽ പറഞ്ഞാൽ 2 കുണ്ടന്മാർ, താടിയും മീശയും വെച്ച് കല്യാണം കഴിച്ച് നടന്നിരുന്ന ഒരു ചെക്കൻ, അവൻ മാറിടത്തിൽ കൃത്രിമ ബ്രസ്റ്റ് വെച്ച് പിടിപ്പിച്ച് വയറ് വീർപ്പിച്ച് കൊഞ്ചിക്കുഴഞ്ഞു പരസ്യമായിട്ട് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ ആ രംഗങ്ങൾ വെച്ച് ആനന്ദിക്കുകയും തങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുകയും അവരെ കണ്ണീര് കുടിപ്പിക്കുകയും സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ അപമാനിതരാക്കുകയും ചെയ്തുകൊണ്ട് തങ്ങൾ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവർ ഇതെന്തിൻ്റെ പേരിലാണ്? അൽ ഹയാ, ലജ്ജ എന്ന് പറയുന്ന മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ആ ഒരു മഹാമൂല്യം കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്ങനെ ഒരു സ്വഭാവം പാടെ തമസ്കരിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കൂത്താട്ടങ്ങളിലൂടെ ഇന്നത്തെ അഭിനവ സമൂഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ പ്രചോദനം നൽകാൻ നാസ്തികരെന്ന് പറയുന്ന കുറേ പുരോഗമനവാദികളുമുണ്ട്. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന വലിയ വലിയ ആളുകളുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആയതുകൊണ്ട് മനുഷ്യർ മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണം. ഏത് സാങ്കേതിക പുരോഗതിയും ടെക്നോളജിയുടെ പുരോഗതിയും ഉണ്ടെങ്കിലും മനുഷ്യർ, അതിൻ്റെ ഉപഭോക്താക്കളായ മനുഷ്യരല്ലാതെ വരുമ്പോൾ അതിനൊന്നും അർത്ഥമില്ല എന്ന് നാം മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.